നമസ്കാരം. കൊൽക്കത്തയിലെ ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലാണ് ഉള്ളത്. കൊൽക്കത്തയിൽ ആളുകൾ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ദക്ഷിണേശ്വർ. കൊൽക്കത്ത നഗരത്തിൽ നിന്ന് ഏകദേശം 13 കിലോമീറ്ററോളം അകലെയുള്ള ഒരു ബൃഹത്തായ ക്ഷേത്രമാണ്. തീർച്ചയായും കൊൽക്കത്തയിൽ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുക. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്തെന്നാൽ സ്വാമി വിവേകാനന്ദന്റെ ഗുരു കൂടിയായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസൻ നേതൃത്വം കൊടുത്ത ഒരു ക്ഷേത്രമാണ്. കുറെ കാലം ഈ ക്ഷേത്രം അദ്ദേഹമാണ് നേതൃത്വം കൊടുത്ത് മുമ്പോട്ട് പോയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം വളരെയധികം പ്രസിദ്ധമാണ്. സ്വാമി വിവേകാനന്ദന്റെ പാദസ്പർശമേറ്റ ഇഷ്ടംപോലെ നാളുകൾ ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വൻ ഭക്ത ജനങ്ങൾ എത്തിച്ചേരുന്ന ഒരു പശ്ചിമ ബംഗാളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഈ ദക്ഷിണേശ്വർ ടെമ്പിള്. സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട് വലിയൊരു കഥയുമുണ്ട്. അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ നിത്യ സന്ദർശകനായി ചെറുപ്പകാലത്ത് പ്രാർത്ഥിക്കാൻ. അപ്പൊ ആ ഘട്ടിൽ എത്തിയപ്പോ നമുക്ക് ഇവിടെ ഈ ബാലിപ്പാലത്തിന്റെ കാഴ്ച കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം പരമഹംസന്റെ ചിത്രമാണ്. ഇതൊരു ഗുരുവായൂരിനൊക്കെ സമാനമായ ഒരു ക്ഷേത്രമാണ് ഈ ദക്ഷിണേശ്വർ എന്ന് പറയുന്നത്. ഇതാ കണ്ടോ, കാളിഘട്ട് എന്ന മെട്രോ സ്റ്റേഷൻ. അപ്പൊ ഈ മമതാ ബാനർജി ഇവിടുത്തെ ഈ കാളിഭക്തിയാണ്. അപ്പൊ എന്റെ പുറകിൽ കാണുന്നതാണ് ഈ ദക്ഷിണേശ്വര ടെമ്പിൾ എന്ന് പറഞ്ഞ ക്ഷേത്രം. വളരെയധികം പ്രസിദ്ധമായ ഈ ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മൾ ഈ ക്ഷേത്രത്തിലേക്ക് വന്നത് കാളിഘട്ട് എന്ന് പറഞ്ഞ കാളി ക്ഷേത്രത്തിന്റെ അവിടെ നിന്നാണ്. അപ്പൊ അവിടുന്ന് മെട്രോയ്ക്കാണ് വന്നത്. ബ്ലൂ ലൈൻ മെട്രോയ്ക്ക് കയറി ഇവിടം വരെ എത്തുന്ന രീതിയിലുള്ള ആണ് നമ്മൾ ഈ വീഡിയോ ചിത്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കാളിഘട്ട് ക്ഷേത്രത്തിന്റെ അവിടെ നിന്നും സ്കൈവാക്കിലേക്കാണ് ഇപ്പോൾ കയറുന്നത്. ഒരു 3 നില കെട്ടിടത്തിന്റെ പൊക്കത്തിലേക്ക് കയറുന്നത് പോലെ നമ്മൾ കയറണം. അപ്പൊ അത് കഴിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോൾ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. ഏകദേശം 1 കിലോമീറ്ററോളം ഇങ്ങനെ നടക്കണം. നല്ല ഗംഭീരമായ കാഴ്ച. കോടിക്കണക്കിന് രൂപ മുടക്കിയാണ് സർക്കാർ ഇങ്ങനൊരു സംവിധാനം ഈ കാളിഘട്ട് ക്ഷേത്രത്തിലേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുന്ദരമായ കാഴ്ച. ഇതായാലും വമ്പ സംഭവമാണേ. ഇത് അധികമായിട്ടില്ല ഉദ്ഘാടനം ചെയ്തിട്ട്. ഞാനിപ്പോൾ അതിന് ഒരു 6 മാസം മുൻപാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കോടികൾ മുടക്കി നിർമ്മിച്ചതാണ്. ഇത് ഈ മമതാ ബാനർജി ഇവിടുത്തെ ഈ കാളിഭക്തിയാണ്. അപ്പം അതുകൊണ്ട് അവർ പ്രത്യേകം മുൻകൈ എടുത്തിട്ടാണ് ഇങ്ങനൊരു ആകാശപാത ഉണ്ടാക്കിയെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും സംഭവം സൂപ്പറാണ്. വീണ്ടും അതിന്റെ മേലേക്കൂടെയുള്ള നടത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ രസകരമാണ്. കാരണം കേരളത്തിലൊന്നും ഇങ്ങനൊരു സംവിധാനം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. തൃശ്ശൂരുള്ള ഒരു ചെറിയ സ്കൈവാക്ക് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോ ഏതാണ്ട് ഇറങ്ങാനുള്ള സമയമായി. ഈ സ്കൈവാക്കിലൂടെ ഇങ്ങനെ നടന്ന് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട മെട്രോ സ്റ്റേഷന്റെ അടുത്തേക്കാണ് എത്തിച്ചേരുക. ഒരു സ്വല്പം അങ്ങ് നടന്നു കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനായി. അപ്പൊ താഴോട്ട് അങ്ങനെ ഇറങ്ങുകയാണ്. സ്കൈവാക്ക് കാളിഘട്ട് സ്കൈവാക്കിൽ നിന്നും താഴോട്ട് ഇറങ്ങുകയാണ്. അങ്ങനെ സുന്ദരമായി താഴോട്ട് ഇറങ്ങുന്നു. അപ്പോ ഇനി നമ്മൾ പോകുന്നത് ദക്ഷിണേശ്വർ ടെമ്പിളിലേക്കാണ്. അതായത് നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസനൊക്കെ സ്ഥാപിച്ച ആ ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലേക്കാണ് കാണാൻ വേണ്ടി പോകുന്നത്. വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. സ്വാമി വിവേകാനന്ദനൊക്കെ ആയിട്ട് വളരെയധികം ബന്ധമുള്ള ക്ഷേത്രമാണ്. ഈ ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലേക്ക് ഞാൻ പോകുന്നതേ കാളിഘട്ട് ക്ഷേത്രം സന്ദർശനം നടത്തിയതിന് ശേഷം ഇപ്പോൾ റോട്ടിൽ കൂടെ നടക്കുകയാണ്. അവിടെ നിന്ന് ഒരു മെട്രോ സ്റ്റേഷനുണ്ട്, കാളിഘട്ട് മെട്രോ സ്റ്റേഷൻ. അപ്പോൾ അവിടുന്ന് നമുക്ക് മെട്രോയിൽ കയറിയാൽ ബ്ലൂ ലൈൻ മെട്രോയാണ്. ആ മെട്രോയിൽ കയറി കഴിഞ്ഞാൽ നേരെ ദക്ഷിണേശ്വർ ക്ഷേത്രം വരെ ആ മെട്രോ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മെട്രോ സ്റ്റേഷനിലേക്ക്. ഇപ്പോൾ കാളിഘട്ടിലുള്ള മെട്രോ സ്റ്റേഷന്റെ അടുത്തേക്കാണ് പോകുന്നത്. മെട്രോ സ്റ്റേഷൻ ഇവിടെ 3-4 നില താഴോട്ടാണ് ഉള്ളത്, ഭൂമിക്കടിയിലേക്കാണുള്ളത്.
അപ്പൊ അങ്ങനെ നടക്കുകയാണ്. ഈ കാളിഘട്ട് മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 25 കിലോമീറ്ററോളം അകലെയാണ് ഈ ദക്ഷിണേശ്വർ എന്ന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ മാത്രമേ അങ്ങോട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. എത്ര താഴെയാണ് ഭൂമിക്കടിയിലൂടെയാണ് ഈ മെട്രോ സ്റ്റേഷൻ എന്ന് ചിന്തിക്കണം. അപ്പൊ മെട്രോ സ്റ്റേഷന്റെ ട്രാക്കുകളൊക്കെ ഉള്ള ഭാഗത്തേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാ കണ്ടോ, കാളിഘട്ട് എന്ന മെട്രോ സ്റ്റേഷൻ. അപ്പോ നമ്മുടെ ട്രെയിൻ ഇതാ എത്തിക്കഴിഞ്ഞു. അപ്പൊ വളരെ ഗംഭീരമായൊരു ട്രെയിനൊന്നുമല്ല. കാരണം ഇന്ത്യയിൽ ആദ്യമായി മെട്രോ തുടങ്ങിയ സ്ഥലമാണ് ഈ പറയുന്ന കൽക്കട്ട. അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ കയറി മുമ്പോട്ട് പോവുകയാണ്. കാളിഘട്ടിലേക്ക് പോകുമ്പോൾ ആദ്യമൊക്കെ നല്ല തിരക്കായിരുന്നു. ഇപ്പൊ ഇറങ്ങേണ്ട സ്ഥലം എത്താനായപ്പോഴത്തേനും കാര്യമായ ആളുകൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ ഇവിടം വരെയുള്ളൂ ഈ കാളിഘട്ട്, അതായത് ദക്ഷിണേശ്വർ വരെ മാത്രമാണ് ഈ മെട്രോ ഉണ്ടാവുക. അങ്ങനെ ദക്ഷിണേശ്വർ മെട്രോ സ്റ്റേഷനിലെത്തി അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങുകയാണ്, എൻട്രൻസിലേക്ക് പോവുകയാണ്. ഇപ്പൊ മെട്രോ മാത്രമല്ല കേട്ടോ, ദക്ഷിണേശ്വരിലേക്ക് നമുക്ക് വരണമെങ്കിൽ ബസ് സർവീസ് ഉണ്ട് ഹൗറയിൽ നിന്ന്. അതുപോലെ തന്നെ സാധാരണ ട്രെയിനും ഈ ദക്ഷിണേശ്വരിലേക്കുണ്ട്. അപ്പൊ നമ്മൾ മെട്രോയ്ക്ക് വന്നതുകൊണ്ട് മെട്രോയുടെ പുറത്തേക്ക് അങ്ങനെ നടക്കുകയാണ്. അപ്പോ അങ്ങനെ മെട്രോയുടെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു തനി ഗ്രാമപ്രദേശമാണ്. കാരണം ഈ ദക്ഷിണേശ്വർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. അപ്പൊ ഇവിടെ സ്വാമി വിവേകാനന്ദന്റെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും അതുപോലെ തന്നെ എല്ലാം പ്രതിമകളൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാണാം. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പുറത്തിറങ്ങി ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് റിക്ഷയ്ക്ക് കയറി അമ്പലത്തിലേക്ക് പോവാം. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് ഈ പറയുന്ന ദക്ഷിണേശ്വർ എന്ന് പറയുന്ന ക്ഷേത്രത്തിലേക്ക്. അപ്പൊ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ തന്നെയുള്ള റെയിൽവേ സ്റ്റേഷന്റെ ഒരു കെട്ടിടമൊക്കെ ഇവിടെ കാണാം. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് മുമ്പോട്ട് നടക്കുകയാണ്. ആ പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കണമല്ലോ. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേനും ഇതാണ് കാഴ്ച. ഈ പറയുന്നത് സ്കൈ വാക്ക് ഇവിടെയുണ്ട്. ക്ഷേത്രത്തിന്റെ പുറത്തെ കാഴ്ചകളാണ്. ബസ് സർവീസ് ഒക്കെ ഇവിടം വരെ ഉണ്ട്. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമുണ്ട്. ഒരു 1.5 കിലോമീറ്ററോളം നമ്മൾ നടക്കണം. അപ്പോ സ്കൈ വാക്ക് മേലെ കൂടെ കാണാം. നമ്മൾ കാളിഘട്ടിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ സ്കൈ വാക്ക് ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ ഐ ലവ് യു ദക്ഷിണേശ്വർ എന്നൊരു ബോർഡൊക്കെ ഇവിടെ കാണാം. അപ്പോൾ സ്വാമി വിവേകാനന്ദന്റെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും ഒക്കെ പാദസ്പർശമേറ്റ ദക്ഷിണേശ്വർ എന്ന കൽക്കത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ് സ്കൈ വാക്കിലൂടെ. അങ്ങനെ മേലോട്ട് അങ്ങനെ കയറി നമ്മൾ കാളിഘട്ടിൽ കണ്ട പോലെ തന്നെയുള്ള സ്കൈ വാക്ക്, ഗംഭീരമായ കാഴ്ച. അപ്പോ ദക്ഷിണേശ്വർ ക്ഷേത്രത്തിലേക്ക് സ്കൈ വാക്ക് ആണ്. ആകാശ നടപ്പാതയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇത് ദക്ഷിണേശ്വർ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അമ്പലം വരെ, ക്ഷേത്രം വരെ ഉണ്ടാവും. അപ്പൊ അങ്ങോട്ട് നടക്കാം. ഈ ദക്ഷിണേശ്വർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാന എന്ന് പറയുന്ന ജില്ലയിലാണ് കേട്ടോ. അപ്പോ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ സ്കൈവാക്കില് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കച്ചവടക്കാരെ മുഴുവൻ ഈ സ്കൈവാക്കിന്റെ മേലെയാണ് അധിവസിപ്പിച്ചിരിക്കുന്നത്. അതായത് 10-500 കടമുറികൾ ഈ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വാങ്ങുന്ന പൂജാദ്രവ്യങ്ങളും അല്ലെങ്കിൽ മാലകള്, മറ്റ് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളും എല്ലാം ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അപ്പോ ഇത് 2 ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ് കേരളത്തിലൊക്കെ. കാരണം മറ്റു സ്ഥലങ്ങളിലെ പോലെ ക്ഷേത്രത്തിന്റെ സമീപത്ത് വാരി വലിച്ചുള്ള കച്ചവടവും മറ്റു തെരുവുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടെ നല്ല വൃത്തിയോടുകൂടിയുള്ള സംവിധാനം. എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ച് ആലോചിക്കാവുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അങ്ങനെ ഏകദേശം 1.5 കിലോമീറ്ററോളം ഇതിന്റെ പൊക്കത്തിൽ കൂടെ നടന്ന് ഈ സ്കൈ വാക്കിന്റെ താഴോട്ട് നമ്മൾ പോവുകയാണ്. അതായത് ഈ വളരെ പ്രസിദ്ധമായ നമ്മുടെ കേരളത്തിലെ ഗുരുവായൂരിനൊക്കെ സമാനമായ ഒരു ക്ഷേത്രമാണ് ഈ ദക്ഷിണേശ്വർ എന്ന് പറയുന്ന പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലെ ഈ ക്ഷേത്രം. അതിഗംഭീരമായൊരു ക്ഷേത്ര കോംപ്ലക്സ് ആണ്. അങ്ങനെ വായിച്ചും പറഞ്ഞും ഒക്കെ കേട്ടിട്ടുള്ള ശ്രീ രാമകൃഷ്ണ പരമഹംസന്റെയും സ്വാമി വിവേകാനന്ദന്റെയും ഒക്കെ പാദസ്പർശമേറ്റ ആ ക്ഷേത്രത്തിലേക്ക് ഞാനങ്ങനെ നടക്കുകയാണ്. അങ്ങനെ വളരെ ആകാംക്ഷയോടുകൂടി ഞാൻ ഈ പറയുന്ന ദക്ഷിണേശ്വർ കാളിക്ഷേത്രത്തിന്റെ കവാടം കടന്ന് അതിന്റെ കോംപ്ലക്സിനുള്ളിലേക്ക് കടക്കുകയാണ്. ആദ്യത്തെ കാഴ്ചകൾ ഇതൊക്കെയാണ്. ഇവിടെ വലിയൊരു കെട്ടിടം കാണാം. അവിടെ
വലിയൊരു ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുടെയുമല്ല, ഇവിടുത്തെ ആദ്യകാലങ്ങളിലെ പൂജാരി കൂടിയായിരുന്ന ലോകം പ്രശസ്തനായിട്ടുള്ള, അതുപോലെ സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ചിത്രമാണ്. ഇതൊരു ക്ഷേത്ര കോംപ്ലക്സിന്റെ കെട്ടിടമാണ്. അവിടെ വലിയൊരു ചിത്രം വെച്ചിരിക്കുന്നു. അപ്പൊ അവിടവും കടന്ന് വീണ്ടും ദക്ഷിണേശ്വർ എന്ന ക്ഷേത്രത്തിന്റെ, നമ്മളെ വളരെയധികം പുസ്തകങ്ങളിലൊക്കെ വായിച്ച, സ്കൂളിലൊക്കെ പഠിച്ച, വിവേകാനന്ദന്റെ ചരിത്രമൊക്കെ പഠിക്കുമ്പോൾ ഈ ക്ഷേത്രത്തെ കുറിച്ചെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലോർത്ത് ഞാൻ ഇങ്ങനെ ദക്ഷിണേശ്വർ എന്ന ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്ക് പോവുകയാണ്. അപ്പൊ ദൂരെ നിന്ന് ഇങ്ങനെ അതിന്റെ ഗോപുരങ്ങൾ കാണാം. അതായത് വ്യത്യസ്തമായ, കേരളത്തില് പരിചയമില്ലാത്ത ക്ഷേത്ര മാതൃകയാണിത്. ഇത് ബംഗാൾ ഭാഗങ്ങളിൽ ഒക്കെ മാത്രമാണ് ഇങ്ങനത്തെ ക്ഷേത്രങ്ങളുടെ കാഴ്ച കാണുക. അപ്പൊ അവിടവും കടന്ന് വീണ്ടും ആ ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തേക്കാണ് പോകുന്നത്. രാവിലെ നല്ല മഴ പെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തറയിലൊക്കെ നല്ല വെള്ളം തളം കെട്ടി നിൽക്കുന്ന കാഴ്ചയും കാണാം. അപ്പൊ പരിസരത്തേക്കൊക്കെ കണ്ണോടിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ്. വളരെ വൃത്തിയോടുകൂടി ബംഗാളിലെ മറ്റ് ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവിടം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഒറ്റ നോട്ടത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞ കാര്യം. ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് ക്യാമറയ്ക്ക് പ്രവേശനമില്ല എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. ക്ഷേത്രത്തിലെ പുറത്തുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുള്ളൂ. അപ്പോൾ വീഡിയോ ക്യാമറയ്ക്ക് ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശനമില്ല. അപ്പോൾ പുറമേയുള്ള കാഴ്ചകളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. വളരെ വ്യത്യസ്തമായ ശൈലിയിൽ പണിത ഒരു ക്ഷേത്രമാണ്. ഇനി നമ്മൾ പോകുന്നത്, ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൂഗ്ലി നദിയുടെ തീരത്താണ്. അപ്പോൾ ഹൂഗ്ലി നദിയുടെ ഘട്ടുകൾ ഇവിടെയുണ്ട്. അപ്പോൾ ഹൂഗ്ലി നദിയുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. പിന്നെ കുറേ അധികം സ്വാമിമാരുടെ ശില്പങ്ങളും ഒക്കെ ഇവിടെയുണ്ട്. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ, അതിലേക്കൊക്കെ നമുക്ക് പോകാം. ഇനി നമ്മൾ പോകുന്നത് ദക്ഷിണേശ്വർ ക്ഷേത്രത്തിന്റെ സമീപത്ത് തന്നെയുള്ള ഹൂഗ്ലി നദിയുടെ കാഴ്ച കാണുന്നതിന് വേണ്ടിയാണ്. ഹൂഗ്ലി നദിയുടെ കരയിലാണല്ലോ ദക്ഷിണേശ്വർ ക്ഷേത്രം ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു ഘട്ടുണ്ട്, അതായത് കുളിക്കടവ്. അവിടെ അങ്ങോട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഭക്തജനങ്ങളെ അവിടെ കാണാം. ഏകദേശം 1 കിലോമീറ്ററോളം വീതിയിൽ ഒഴുകുന്ന ഹൂഗ്ലി എന്ന നദി. ഹൂഗ്ലി നദി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗംഗ തന്നെയാണ്. ഗംഗാ നദിയുടെ ഒരു കൈവഴിയാണ് ഹൂഗ്ലി ആയിട്ട് ഇവിടെ പറയപ്പെടുന്നത്. അപ്പൊ ഘട്ടിന്റെ ഭാഗത്തേക്ക് ഒക്കെ ഇറങ്ങുകയാണ്. കുറച്ചാളുകൾ എല്ലാം കുളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഹൂഗ്ലി നദി അങ്ങനെ ശാന്തമായി ഒഴുകുകയാണ്. അപ്പൊ ദൂരേക്ക് നോക്കുമ്പോൾ സുന്ദരമായ ഒരു പാലത്തിന്റെ കാഴ്ച നമുക്ക് അവിടെ കാണാം. ഇതാണ് ഹൗറ പാലമല്ല, ബാലി പാലം. ബാലി പാലം, അതായത് ട്രെയിനൊക്കെ കടന്നു പോകുന്ന പാലം. നടുവിലൂടെ ട്രെയിനും രണ്ടരികിലൂടെ മറ്റ് ബസ്സും മറ്റുമൊക്കെയാണ് ഈ പാലത്തിലൂടെ കടന്നു പോവുക. അപ്പൊ അതുകൂടാതെ ഇവിടെ ധാരാളം ഇവിടുത്തെ സന്യാസിമാരുടെ, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന പുരോഹിതന്മാരുടെയൊക്കെ, മൺമറഞ്ഞു പോയവരുടെയൊക്കെ ശില്പങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാം. അപ്പൊ അതിന്റെ കാഴ്ചകളിലൂടെയാണ് പോകുന്നത്. 1855 പണിത് കഴിപ്പിച്ച ഒരു ക്ഷേത്രമാണ് ഈ ദക്ഷിണേശ്വർ എന്ന് പറയുന്ന കൽക്കത്തയിലെ ക്ഷേത്രം. അങ്ങനെ അതിന്റെ കാഴ്ചകളെല്ലാം കണ്ട് നടന്നു പോകുമ്പോൾ മറ്റൊരു ഘട്ടിലേക്കാണ് എത്തിച്ചേരുന്നത്. ഒരു 150 മീറ്റർ അങ്ങ് നടന്നപ്പോൾ മറ്റൊരു ഘട്ടിലേക്ക്. അപ്പൊ ആ ഘട്ടിൽ എത്തിയപ്പോൾ നമുക്ക് ഇവിടെ ഈ ബാലിപ്പാലത്തിന്റെ കാഴ്ച കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിലെ ബസ്സുകളെല്ലാം കടന്നു പോകുന്ന അതൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത് ഹൗറ പാലം പോലെയല്ല, ഇത് ഇടയ്ക്കെല്ലാം തൂടുണ്ട്. അപ്പൊ അവിടെ കടന്നു വരുമ്പോൾ മേളിലെ സുന്ദരമായ ഗോപുരങ്ങൾ നിറഞ്ഞ ഒരു 9ഓളം ഗോപുരങ്ങൾ നിറഞ്ഞ ക്ഷേത്ര സമുച്ചയം അതിന്റെ അടുത്തായി തന്നെ കാണാം. അപ്പൊ അതെല്ലാം ഇവിടുത്തെ ദേവതകളുടെ ഭാഗങ്ങളാണ്. നമുക്ക് ഉള്ളിൽ കയറാൻ കഴിയില്ല. കാരണം നേരത്തെയൊക്കെ ഇതിന്റെ ഉള്ളിൽ ക്യാമറ അത്യാവശ്യം അനുവദിക്കുകയായിരുന്നു. ഈ 2025 ഞാൻ വന്ന സമയത്ത് ക്യാമറയ്ക്കൊന്നും അങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോ ഇതൊക്കെയാണ് ഈ കാളി. ഇനി നമ്മൾ പോകുന്നത് ഇവിടുത്തെ കൊച്ചു മാർക്കറ്റ് കാണുന്നതിന് വേണ്ടിയാണ്. ക്ഷേത്ര സംബന്ധമായ സാധനങ്ങൾ വിൽക്കുന്ന പ്രത്യേകമായി പണി കഴിപ്പിച്ച ഒരു ഇടത്തിന്റെ മനോഹരമായ കാഴ്ച. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ പൊതുവെ ഇങ്ങനെ കാണാറില്ല. നമ്മുടെ നാട്ടിലൊക്കെയാണ് എല്ലാം വാരി വരിച്ച് ക്ഷേത്ര പരിസരത്തൊക്കെ ആളുകളെ
മാടി വിളിച്ച് കൂകി വിളിച്ചിട്ടൊക്കെ സമീപിക്കുന്ന രീതി. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു പ്രത്യേക സ്ഥലം വിൽപ്പനക്കാർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് വാങ്ങാം. തിരക്കില്ല, തിക്കില്ല, നല്ല വൃത്തിയുള്ള പ്രത്യേകമായ ഒരു പ്രദേശം. അത് അനുകരണീയമായ ഒരു മാതൃകയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് തൊട്ടടുത്ത് തന്നെ ഒരുക്കിയിരിക്കുന്ന വേറൊരു മാർക്കറ്റാണ്. ഒരു മൈതാനത്ത് ഒരുക്കിയിരിക്കുന്ന മാർക്കറ്റ്. അവിടെ വളകള്, മാലകള്, ഫോട്ടോകള്, അതുപോലെ തന്നെ വിളക്കുകള്, അങ്ങനെ മറ്റ് പല സാധനങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട ചെറുകിട ഭക്ഷണ സാധനങ്ങളും ഒക്കെ അവിടെ ലഭിക്കുന്നതായി കാണും. ഞാൻ അവിടുന്ന് ഏതായാലും ഒരു ചായയൊക്കെ കഴിച്ചിരുന്നു. പിന്നെ ഇവിടെ ഒരു മാവ് കണ്ടു. ഈ മാവ് സ്വാമി വിവേകാനന്ദൻ കുഴിച്ചു വെച്ച മാവാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് അവരോട് ചോദിച്ചപ്പോ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ മാവിന്റെ ദൃശ്യങ്ങളൊക്കെ എടുത്തു. കാരണം സ്വാമി വിവേകാനന്ദന്റെ കൈകൊണ്ട് കുഴിച്ച മാവല്ലേ. അപ്പൊ അതിന്റെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം വീണ്ടും ക്ഷേത്രത്തിന്റെ സമീപത്തേക്കാണ് വന്നിരിക്കുന്നത്. കാളി ഭക്തയായ വ്യവസായി റാണി രാഷ്മോളിയാണ് ഈ ക്ഷേത്രം സ്വന്തം ചിലവില് 1855 നിർമ്മിച്ചത്. അവർക്കൊരു സ്വപ്നത്തിലൂടെ ദേവിയുടെ നിർദ്ദേശം വന്നു. അങ്ങനെ ആ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു എന്നാണ് കഥ. അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദനുമായി ബന്ധപ്പെട്ട് വലിയൊരു കഥയുമുണ്ട്. അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ നിത്യ സന്ദർശകനായി ചെറുപ്പകാലത്ത് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു. അന്ന് നരേന്ദ്രനായിരുന്ന കാലത്ത് ആ നരേന്ദ്രനെ സ്വാമി വിവേകാനന്ദനിലേക്ക് വളർത്തിയത് ഈ ക്ഷേത്രത്തിലൂടെയുള്ള സന്ദർശനവും ഗുരുവുമായിട്ടുള്ള ബന്ധവും ഒക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോ ക്ഷേത്രത്തെ സംബന്ധിച്ച് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ക്യാമറയ്ക്ക് ഒരു വിധത്തിലുള്ള പ്രവേശനമില്ല. മൊബൈൽ ഫോൺ അകത്തേക്ക് കയറ്റാൻ പോലും സമ്മതിക്കില്ല. അപ്പോൾ പുറത്തെ കുറെ കാഴ്ചകളും ക്ഷേത്രത്തെ കുറിച്ചുള്ള ഒരുമാതിരിപ്പെട്ട ഒരു വിവരണവും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ ഷെയർ ചെയ്യണം.